റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ആവശ്യമായിട്ടുള്ള ഫിസിക്സിൽ നിന്നുള്ള കുറച്ച് ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ RRB JEE എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ കഴിയുകയാണ്, ലാസ്റ്റ് ഡേറ്റ് എത്തി. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് സമയമാണ്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇനി ഫിസിക്സ്, സയൻസ് RRB റെയിൽവേ എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ തന്നെ ഫിസിക്സിൽ നിന്നുള്ള ന്യൂമറിക്കൽസ് ജൂനിയർ എഞ്ചിനീയർ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കുറേ പേര് ചെയ്യാൻ ബുദ്ധിമുട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ക്ലിയർലി ന്യൂമറിക്കൽസ് തന്നെയായിരിക്കും, പ്രോബ്ലംസ് തന്നെയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെഷൻ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് റെയിൽവേയുടെ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എടുത്തിരിക്കുന്നത്. അത് പല ചാപ്റ്ററിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡിഫറൻറ്റ് കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ചോദ്യം വായിച്ചിട്ട് ഉത്തരം അറിയുന്നവർ കമൻ്റ് ആയിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് തന്നോളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ദ റെസിസ്റ്റൻസ് ഓഫ് എ സിലിണ്ടറിക്കൽ വയർ ഓഫ് ലെങ്ത് L ആൻഡ് റേഡിയസ് R is R. What will be the resistance of a wire thrice as long and 1/3 as large in radius made by the same material? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ വയറിൻ്റെ കാര്യമാണ് പറയുന്നത്. സിലിണ്ടറിക്കൽ വയർ, സിലിണ്ടർ ഷേപ്പിൽ വരുന്ന ഒരു വയറിൻ്റെ കാര്യമാണ്. ആ വയറിന് L ലെങ്ത് ഉണ്ട്, L ആണ് അതിൻ്റെ ലെങ്ത്. അതിൻ്റെ റേഡിയസ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനിഷ്യലി L റേഡിയസും അതുപോലെ തന്നെ ഇനിഷ്യലി L ലെങ്ത്തും R റേഡിയസും ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ത്രൈസ് as long, 3L ആകുമ്പോഴും, അതുപോലെ റേഡിയസ് എന്ന് പറയുന്നത് 1/3 R ആകുമ്പോഴും ഇതിൻ്റെ റെസിസ്റ്റൻസിന് വരുന്ന മാറ്റം എന്താണെന്നാണ് വളരെ സിമ്പിളായിട്ട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ചോദ്യം മനസ്സിലായോ? അപ്പോൾ ഒരു റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ ലെങ്ത് 3 ഇരട്ടിയും റേഡിയസ് 1/3 ആകുമ്പോൾ, 1/1 മാറുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യൂ. അപ്പോൾ റെസിസ്റ്റൻസിനെ നമ്മൾ യൂണിറ്റ് എന്താണ് പറയാറുള്ളത്? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്, OHM. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഇനി റെസിസ്റ്റൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന, റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. R = ρL/A. ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. റെസിസ്റ്റൻസ് =ρL/A. ഈ R ആണ് റെസിസ്റ്റൻസ്, റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റി L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ ഈ ഒരു വയറിനെ സംബന്ധിച്ച സിമ്പിളായിട്ട് നമുക്ക് ആ ഇക്വേഷനിലേക്ക് വരാൻ പറ്റി. R = ρL/A. അപ്പോൾ ഇതിനകത്ത് ക്യാപിറ്റൽ R ആണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അതിൻ്റെ ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് അനുസരിച്ചും അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അനുസരിച്ചിട്ടും വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തോളാം. റെസിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് വേരി വിത്ത് ദ ലെങ്ത് ആൻഡ് ഏരിയ. ലെങ്ത്തും ഏരിയയും, ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്തും ഏരിയയും വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് വേരി ചെയ്യും. പക്ഷേ റെസിസ്റ്റിവിറ്റി അതിൽ റോ എന്ന് പറയുന്ന ഈ ടേമാണ് റെസിസ്റ്റിവിറ്റി വേരി ചെയ്യില്ല. ലെങ്ത്തിനും ഏരിയയ്ക്കും അനുസരിച്ചിട്ട് വേരി ചെയ്യില്ല. കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് റെസിസ്റ്റൻസ് ലെങ്ത്തിനും ഏരിയയ്ക്കും അനുസരിച്ച് വേരി ചെയ്യും, പക്ഷേ റെസിസ്റ്റിവിറ്റി ലെങ്ത്തിനും ഏരിയയ്ക്കും അനുസരിച്ച് വേരി ചെയ്യില്ല. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. മെറ്റീരിയൽ മാറി മറ്റൊരു മെറ്റീരിയൽ ആകുമ്പം അതിൻ്റെ വാല്യൂ മാറും എന്നല്ലാതെ ഒരു കാരണവശാലും ലെങ്തോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോ വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റിവിറ്റി മാറത്തില്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷനകത്ത് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനിഷ്യലി ഉള്ള റെസിസ്റ്റൻസ് R ആണ്. ഇനിഷ്യലി, അതായത് ആദ്യത്തെ കണ്ടീഷൻ L ലെങ്ത്തും R റേഡിയസും, വയറിൻ്റെ റേഡിയസും ഉള്ള സമയത്തുള്ള റെസിസ്റ്റൻസ് R ആണ്. എങ്കിൽ ഈ രണ്ട് വാല്യൂസും കൂടിയതിനും കുറഞ്ഞതിനും ശേഷം ഫൈനലി വരുന്ന റെസിസ്റ്റൻസ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു വഴിയാണ്. R = റോ കഴിഞ്ഞിട്ട് L എന്തായി? 3 × L ആയി, ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒരു സർക്കുലാർ ക്രോസ് സെക്ഷൻ ആണ്. ഒരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. πr². ഇനി റേഡിയസ് എന്തായെന്നാ പറഞ്ഞാൽ 1/3 R ആയെന്നാണ് പറയുന്നത്. R ഞാനിവിടെ ക്യാപിറ്റൽ എഴുതിയെന്നേ ഉള്ളൂ, സ്മോൾ ലെറ്റർ ആണെങ്കിലും. അപ്പോൾ R 1/3 R ആയി. അപ്പോൾ എന്താ പറയുക, ഈ ആറിന് പകരം എന്തിടണം? 1/3 R എന്നിടണം. വീണ്ടും മാറ്റിയിട്ട്
1/3 r എന്നിടാൻ പോവുകയാണ്. ഈ ഒരു ഭാഗം മാത്രം 1/3 r ഹോൾ സ്ക്വയർ എന്ന് ഞാൻ വീണ്ടും എഴുതി. അപ്പോൾ വീണ്ടും എന്ത് വരും? r is equal to rho into 3l divided by pi into r square divided by 3ന്റെ സ്ക്വയർ എന്താ? 9 വരും. ഈ 9 മുകളിൽ പോകും അല്ലേ? അപ്പോൾ വീണ്ടും റീറൈറ്റ് ചെയ്യുന്നു. r is equal to rho into മോളിൽ 9 into 3 27 into 27 l by pi r സ്ക്വയർ. അപ്പോൾ ഈ 27 എനിക്ക് പുറത്തെടുത്തൂടെ? അപ്പോൾ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 27 റോ എൽ ബൈ പൈ ആർ സ്ക്വയർ അല്ലെങ്കിൽ ഏരിയ. അപ്പോൾ 27 ഇരട്ടിയായെന്ന് നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് കിട്ടും. 27 ടൈംസ്, അതായത് 27 ഇൻറ്റു 6 ആയി മാറി. ഇത് 6 ആണല്ലോ. അപ്പോൾ r ഇസ് ഈക്വൽ ടു 27 ടൈംസ് 6 ആയി. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 27 r. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബേസിക്സ് അറിയുന്നവർക്ക് ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പ്രോബ്ലം അല്ല, പകരം വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഉത്തരം അറിയുന്നവർ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഉത്തരം കമൻ്റ് ആയിട്ട് വീഡിയോയുടെ താഴെ ഒന്ന് ഇടുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതും റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റെസിസ്റ്റൻസ്, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദ്യം വായിച്ചിട്ട് നോക്കാം. 2 റെസിസ്റ്റൻസ് വയേഴ്സ് ഓഫ് 2 ohm ആൻഡ് 4 ohm. അപ്പോൾ 2 റെസിസ്റ്റൻസ് ഉണ്ട്, R1 ഉണ്ട് R2 ഉണ്ട്. അപ്പോൾ 2 ohmഉം അതുപോലെ 4 ohm, 2 റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ടു എ സെയിം വോൾട്ടേജ് വി. സെയിം വോൾട്ടേജ് വിയിലേക്ക് തന്നെ രണ്ടും കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ദ റേഷ്യോ ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ റെസിസ്റ്റൻസ് ഈസ്, രണ്ടിലും ജനറേറ്റ് ചെയ്ത ഹീറ്റിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനും 2-3 ഇക്വേഷൻസ് ഉണ്ട്. ഒരു 3 ഇക്വേഷൻസ് ഉണ്ട്. ഹീറ്റ് ജനറേറ്റഡ് എന്ന് കണ്ടാൽ തന്നെ 3 ഇക്വേഷൻസ്. Q ഈസ് ഈക്വൽ ടു I സ്ക്വയർ ആർ ടി അല്ലെങ്കിൽ I സ്ക്വയർ ആർ. യൂണിറ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ I സ്ക്വയർ ആർ ടി എന്ന് എടുക്കാം. ഹീറ്റ് ജനറേറ്റഡ് ടൈം ഇൻറ്റു ടൈം ചെയ്യുമ്പം ഇതാണ് നമ്മുടെ ഹീറ്റ് എനർജി ഡിസിപ്പേറ്റഡിൻ്റെ ഇക്വേഷൻ. I സ്ക്വയർ ആർ ടി എന്ന് പറയുമ്പം I എന്താണ്? I എന്ന് പറയുന്നത് കറണ്ട്, R റെസിസ്റ്റൻസ്, T എന്ന് പറയുന്നത് ടൈമാണ്. ഇതാണ് നമ്മുടെ ഹീറ്റ് ജനറേറ്ററിൻ്റെ ഒരു ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വീണ്ടും എഴുതാം I ഇൻറ്റു വി ഇൻറ്റു ടി, അതായത് കറണ്ട് ഇൻറ്റു വോൾട്ടേജ്. വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പഠിക്കുന്നത് വി ഈസ് ഈക്വൽ ടു ഐ ആർ. അപ്പോൾ ഇവിടെ ഒരു ഐയെയും ഒരു ആറിനെയും ചേർത്ത് വി എന്ന് എഴുതിയാൽ I ഇൻറ്റു വി എന്ന് എഴുതാം. ഇനി ഇതുമല്ല, വീണ്ടും കൺവേർട്ട് ചെയ്തിടാം. വി ഇൻറ്റു ഐയിൽ നമ്മൾ ഐക്ക് പകരം വി ബൈ ആർ എന്ന് എഴുതാം. ഫൈനലി നമുക്ക് വി സ്ക്വയർ ബൈ ആർ ടി. ഈ 3 ഇക്വേഷൻസ്, ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ ഹീറ്റ് ജനറേറ്റഡ് എന്ന് കാണുകയാണെങ്കിൽ ഈ 3 ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. I സ്ക്വയർ ആർ ടി അല്ലെങ്കിൽ I ഇൻറ്റു വി ഇൻറ്റു ടി അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഈ 3 ഇക്വേഷൻസും, ഇപ്പോൾ ഈ 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഉത്തരത്തിലേക്ക് വരാം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, ഇത് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ബേസിക്സ് അറിയാതെ ക്ലാസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ RRB ഫൗണ്ടേഷൻ കോഴ്സസ് ഉണ്ട്, ദിശ അക്കാഡമിയുടെ RRB JEയുടെ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ടോപ്പിക്ക് പഠിച്ചിട്ടാണ് നിങ്ങൾ പ്രോബ്ലത്തിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ഈ ഒരു ക്ലാസ്സസ് മനസ്സിലാവുകയും പ്രോബ്ലം ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ തന്നെ അതിൻ്റെ ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ വന്നു. എന്താ? I സ്ക്വയർ ആർ ടി അല്ലെങ്കിൽ I ഇൻറ്റു വി ഇൻറ്റു ടി അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ടി. ഈ 3 ഇക്വേഷൻസ് മനസ്സിൽ വന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം 2 ഡിഫറെൻറ്റ് റെസിസ്റ്റൻസുകളെ പറ്റി പറഞ്ഞു, ഒരു കോമൺ വോൾട്ടേജിനെ പറ്റിയും പറഞ്ഞു. ഇതിൻ്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ 2 കേസിലും വരുന്ന റേഷ്യോ എന്താണ്? അപ്പോൾ കേസ് 1ലും കേസ് 2ലും വരുന്ന റേഷ്യോ, രണ്ടിൻ്റെയും ഹീറ്റ് ജനറേറ്ററിൻ്റെ റേഷ്യോ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമുക്ക് ഇതിൽ രണ്ടിലും വോൾട്ടേജ് കോമൺ ആണെന്ന് പറഞ്ഞു, നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ വിയും ആറുമുള്ള ഈ ഇക്വേഷൻ എടുത്താലായിരിക്കും നമുക്ക് സിമ്പിളായിട്ട് പ്രോബ്ലം കിട്ടുന്നത്, പ്രോബ്ലത്തിൻ്റെ ഉത്തരം കിട്ടുന്നത്. സോ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ 2 ohm ഉള്ള കേസിൽ എന്ത് വരും? വി സ്ക്വയർ ബൈ ആർ ടി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ബൈ ആർ ടു ടി. ഇങ്ങനല്ലേ വരുന്നത്? വി സ്ക്വയർ ബൈ ആർ വൺ ടി വി സ്ക്വയർ ബൈ ആർ ടു ടി. ഇത് രണ്ടും എഴുതാം. അപ്പോൾ ഫൈനലി ടി രണ്ടിലും കോമൺ ആയതുകൊണ്ട് രണ്ടിലും കട്ട് ചെയ്ത് കൊടുക്കാം. വിയും കോമൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് വിയും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 1/R1 ഹോൾ ഈസ് ടു
1/R2 ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ 1:2 രണ്ടിൻ്റെയും 2 ഓമിൻ്റെയും 4 ഓമിൻ്റെയും റെസിസ്റ്റൻസ് വരുമ്പോഴത്തേന് എന്ത് വരും? R2:R1. ഇത് മുകളിൽ പോകുമ്പോൾ R2/R1 എന്ന് ഇക്വേഷൻ വരും. R2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റെസിസ്റ്റൻസ് 4 ഓം, ഒന്നാമത്തെ റെസിസ്റ്റൻസ് 2 ഓം. അപ്പോൾ എന്ത് വരും? 2:1. 2:1 എന്ന് നമ്മുടെ ഉത്തരം വരും അല്ലേ? 2:1. 1:2 എന്ന് പറയുന്നതല്ല, 2:1. രണ്ട് ഓപ്ഷൻ ഉണ്ട്, 1:2 ഉണ്ട്, 2:1 ഉണ്ട്. അപ്പോൾ ഉത്തരം എന്താണ്? 2:1 ആണ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഈ ഒരു ഇക്വേഷന്റെ റേഷ്യോ ആണ് എടുത്തത്. ഒന്നാമത്തെ കേസിലുള്ള പവർ ഡിസിപ്പേറ്റഡ് ടു രണ്ടാമത്തെ കേസിലുള്ള പവർ ഡിസിപ്പേറ്റഡ്. അപ്പോൾ ഇതിന്റെ റേഷ്യോ കാണാൻ വേണ്ടി V²/R1T ഡിവൈഡഡ് ബൈ V²/R2T. വളരെ സിമ്പിൾ ആണ്. ടി രണ്ടും കോമൺ കട്ട് ചെയ്തു, വി രണ്ടും കോമൺ കട്ട് ചെയ്തു. ഇനി R1 എന്ന് പറഞ്ഞാൽ എന്താ? R1 2 ഓം ആണ്, 1/2 ഡിവൈഡഡ് ബൈ 1/R2 എന്താ? 4. ഈ റേഷ്യോ അപ്പോൾ എന്ത് വരും? 1/2. 4 മുകളിൽ വരും, അപ്പോൾ 4/2 എന്ന് വരും. സോ 2/1 അല്ലെങ്കിൽ 2:1 ആൻസറിലേക്ക് വന്നു. അപ്പോൾ 1:2 കാണുമ്പോൾ പെട്ടെന്ന് ഉത്തരം പറയാൻ പോകും, തെറ്റാണ്. 2:1 ആണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻ്റായിട്ട് താഴെ തരിക. അടുത്ത വീഡിയോയിൽ, അടുത്തൊരു ക്ലാസ്സിൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. Third question, suppose an imaginary planet whose mass and radius are both half that of Earth. If the acceleration due to gravity on the surface of the Earth is g, then what will be the acceleration due to gravity on the planet? Simple ചോദ്യമാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എർത്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഒരു ഡെറിവേഷൻ ചെയ്യാറുണ്ട്. G/m/r. ഇതാണ് നമ്മൾ എർത്തിലുള്ള R², G/m/r². ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. ജി ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഇതിൽ നിന്നാണ്. ജി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അത് യൂണിവേഴ്സലി ചേഞ്ച് ചെയ്യത്തില്ല. യൂണിവേഴ്സിൽ എവിടെ ആണെങ്കിലും ജിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഇനി എം എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്തും ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്തുമാണ് നമ്മുടെ എർത്തിൻ്റെ കേസിൽ. അങ്ങനെയാണ് അത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് 9.8 m/s² കിട്ടുന്നത്. അപ്പോൾ ഇക്വേഷൻ മറ്റൊരു പ്ലാനറ്റിൽ അപ്ലൈ ചെയ്യുമ്പോഴും അതിന് വ്യത്യാസം വരുന്നത് അതിൻ്റെ മാസിനും അതിൻ്റെ റേഡിയസിനും അനുസരിച്ചിട്ട് മാത്രമായിരിക്കും വാല്യൂവിന് വ്യത്യാസം വരുന്നത്. മനസ്സിലായോ? ഈ ഒരു ഇക്വേഷൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ ജി ഇൻറ്റു മാസ് ഡിവൈഡഡ് ബൈ റേഡിയസ് സ്ക്വയർ എന്നാണ് നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ. ഇത് എർത്തിൻ്റെ കേസിൽ എർത്തിൻ്റെ മാസും എർത്തിൻ്റെ റേഡിയസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 9.8 m/s². ഇനി മറ്റൊരു പ്ലാനറ്റ് വരുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വേരി ചെയ്യുന്നു എന്നാണ് ചോദ്യം. If the acceleration due to gravity on the surface of Earth is g, then what will be the acceleration due to gravity on the planet? ഇനി പ്ലാനറ്റിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? planet whose mass and radius are both half of that of Earth. അപ്പം മാസും എർത്തിൻ്റെ പകുതിയാണ്, റേഡിയസും എർത്തിൻ്റെ പകുതിയാണ് എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം എം എന്താവും? m/2 ആവും. എം എന്താവും? m/2 ആവും. ഞാൻ വീണ്ടും എഴുതുകയാണ്. ഇവിടെ m/2 അടിയിൽ വന്നു അല്ലേ? m/2 താഴെ വന്നു. ഇനി റേഡിയസ് എന്താവും? ഈ കേസിൽ റേഡിയസ് എന്താ പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് r/2 ആവും. അപ്പോൾ അത് വീണ്ടും എന്താവും? r/2 ഹോൾ സ്ക്വയർ ആവും. r/2 ഹോൾ സ്ക്വയർ ആവും. അപ്പോൾ വീണ്ടും 2ൻ്റെ സ്ക്വയർ 4 മുകളിൽ വരും. 4 മുകളിൽ വരും. അപ്പോൾ ഇൻറ്റു 4 വരും. അപ്പോൾ ഈ 4ഉം താഴത്തെ 2ഉം കട്ട് ചെയ്ത് ഒരു 2 മാത്രം ബാലൻസ് വരും. അപ്പോൾ 2 × Gm/r². അപ്പം ഈ ഒരു സംഭവത്തെ നമ്മൾ എർത്തിൻ്റെ കേസിൽ എന്ത് പറഞ്ഞു? ജി എന്ന് പറഞ്ഞു. അപ്പം 2 × Gi എന്ന് പറയാം. ഉത്തരം എന്താ? ഓപ്ഷൻ ഡി ആണ്. 2G ആയി മാറും. ഇത് പ്രോബ്ലവും ഉണ്ട്, ചെറിയ കൺസെപ്റ്റും ഉണ്ട്. ഇത് രണ്ടും അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നാലാമത്തെ ചോദ്യം. എ പീസ് ഓഫ് പേപ്പർ ആൻഡ് എ ക്രിക്കറ്റ് ബോൾ ആർ ഡ്രോപ്ഡ് ഫ്രം ദ സെയിം ഹൈറ്റ്. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ വിൽ ബോത്ത് റീച്ച് ദ സർഫസ്
സൈമുൾട്ടേനിയസ്ലി ചോദ്യം കാണുമ്പോൾ ഒരു പേപ്പറിൻ്റെ പീസും അതുപോലെ തന്നെ ഒരു ക്രിക്കറ്റ് ബോളും, ഒരു പേപ്പറിൻ്റെ പീസും അതുപോലെ തന്നെ ഒരു ക്രിക്കറ്റ് ബോളും ഒരേ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പം രണ്ടും ഒരേ സമയത്ത് താഴെ വീഴണമെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്നാണ് ചോദ്യം. എന്താണ് കണ്ടീഷൻ? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഒരിക്കലും വീഴുമോ? നമ്മൾ ഒരു പേപ്പറും ഒരു ക്രിക്കറ്റ് ബോളും രണ്ടിൻ്റെ വെയിറ്റ് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നോർമൽ കണ്ടീഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ടും ഡ്രോപ്പ് ചെയ്താൽ ഒരേ സമയത്ത് വീഴുമോ? ഇല്ല, നമ്മളങ്ങനെ കാണാറില്ല. കാരണം ആ എയർ ഫ്രിക്ഷൻ അല്ലെങ്കിൽ എയറിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ ആദ്യം വീഴുന്ന ബോളായിരിക്കും, അതിനുശേഷമായിരിക്കും പേപ്പർ വീഴുന്നത്. ഇനി വാക്വത്തിലാണ് ഒരു പേപ്പറും ഒരു ബോളും ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ രണ്ടും ഒരേ സമയത്തായിരിക്കും താഴെ എത്തുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ വെയിറ്റ്. അതിൻ്റെ വെയിറ്റ് എന്താണെന്നൊന്നും ഒരു കാര്യമില്ല. എന്തായിരുന്നാലും രണ്ടും ഒരേ സമയത്ത് തന്നെ താഴെ എത്തും. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഉത്തരം ദേ ആർ ഡ്രോപ്ഡ് ഇൻ വാക്വം. വാക്വത്തിലാണ്, എയർ ഉള്ള അറ്റ്മോസ്ഫിയറിലാണ് ഇടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? എയർ ഫ്രിക്ഷൻ ഉണ്ടാവും, എയറിൽ ഫ്ലോട്ടിംഗ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ പേപ്പർ ഫ്ലോട്ട് ചെയ്ത് പെയ്യെ പെയ്യെ താഴെ എത്തും, ബോൾ നേരെ താഴെ വരികയും ചെയ്യും. ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഉത്തരം എന്താ? ദേ ആർ ഡ്രോപ്ഡ് ഇൻ വാക്വം ആണ് ശരി ഉത്തരം. ഇത് സ്ഥിരമായിട്ട് ഈ കൺസെപ്റ്റ് ബേസ്ഡ് ചോദ്യം ചോദിക്കാറുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, എ ബസ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് ഡിസെൻഡ്സ് എ ഹിൽ വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ. ഇഫ് ഇറ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 200 meter in 10 seconds, what is the acceleration? നമുക്കിത് മെക്കാനിക്സിൽ മാത്രം ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. ബസ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, ഇനിഷ്യൽ വെലോസിറ്റി u 0 ആണ്. ഡിസെൻഡ്സ് എ ഹിൽ വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ. അപ്പം ആ ഒരു ആക്സലറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. കോൺസ്റ്റന്റ് ആക്സലറേഷൻ നമുക്കറിയില്ല. ഇഫ് ഇറ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് കവർ ചെയ്ത് s ഈസ് ഈക്വൽ ടു 200 meter, 200 meter ആണ്. ഇൻ 10 seconds, ടൈം ഈസ് ഈക്വൽ ടു 10 seconds. വാട്ട് ഇസ് ആക്സലറേഷൻ? അപ്പൊ തന്നിരിക്കുന്ന കാര്യം ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ആക്സലറേഷൻ a ആണ്, അത് കണ്ടുപിടിക്കണം. എസ് ഡിസ്പ്ലേസ്മെന്റ് 200 meter ആണ്, ടൈം 10 seconds ആണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമ്മൾ 3 ഇക്വേഷൻസ് പഠിക്കാറുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻ എടുത്തെഴുതാം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്ത് എസ് എത്രയാ? 200 ഈസ് ഈക്വൽ ടു യു 0 ആയതുകൊണ്ട് യു ടി എന്ന് പറയുന്ന ടേം 0 ആവും. പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ നമുക്ക് അറിയില്ല, ടിയുടെ വാല്യൂ 10 ആണ്, 10ന്റെ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ 200 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 100, 10ന്റെ സ്ക്വയർ 100 ആണ്. അപ്പോൾ വീണ്ടും നമുക്ക് റീറേറ്റ് ചെയ്യാം. 100/2 എന്താണ്? 50 വരും അല്ലേ? കട്ട് ചെയ്ത് 50 വരും. അപ്പോൾ 200/50, 200 ഡിവൈഡഡ് ബൈ 50. ഇതാണ് ആക്സലറേഷൻ. എത്ര വരും? 4. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു 4 meter/second². നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷൻ എ ആണ്, 4 meter/second². വളരെ പെട്ടെന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ബേസിക്സ് ഒക്കെ പഠിച്ചതിന് ശേഷം, ഇതാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് കൺസെപ്റ്റ് ഒക്കെ അറിഞ്ഞതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പ്രോബ്ലം കാണുമ്പം ഏത് ഇക്വേഷനിലേക്ക് വരും? നമ്മൾ ആദ്യം ഗിവൺ തിങ്സ് എടുത്തെഴുതുക. ഒരു പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് ഗിവൺ എടുത്തെഴുതുക. ഏത് പ്രോബ്ലം കിട്ടിയാലും, നിങ്ങൾക്ക് ഫിസിക്സിൽ ഏത് പ്രോബ്ലം കിട്ടിയാലും ഗിവൺ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഗിവൺ എടുത്തെഴുതുക. ഇനി ഗിവൺ ബന്ധപ്പെട്ട് ഇത്രയും സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ ആ ഇക്വേഷൻ എടുത്തെഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയും മാത്രമേ ഉള്ളൂ ബേസിക് പ്രോസസ്സ്. പക്ഷേ അത് ചെയ്ത് മാത്രമേ നമുക്ക് അതിലേക്ക് വരാൻ പറ്റൂ. അടുത്ത ചോദ്യം തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ. ആറാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് അഫക്ട്സ് ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ? ഒരു വയറിൻ്റെ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. റോ എൽ ബൈ എ എന്തിനേക്ക് എഫക്റ്റ് ചെയ്യും? വിച്ച് ഓഫ് ദ ഫോളോയിങ് അഫക്ട്സ് ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ എന്നാണ് ചോദിച്ചത്. ഈ റെസിസ്റ്റൻസ് അഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ്. ഒന്ന് റെസിസ്റ്റിവിറ്റിയുമായിട്ട് ബന്ധമുണ്ട്, ലെങ്ത് ഓഫ് ദ വയറുമായിട്ട് ബന്ധമുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇത് 3ഉമായിട്ടും ബന്ധമുണ്ടെന്ന് ഈ ഇക്വേഷൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായവർക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. ഏതാ ഉത്തരം? ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് the mass of an object is 12.1 gram and density of the object is 2.2 gram per centimeter cube ഉണ്ട്, then the volume is എന്നാണ് ചോദ്യം. അപ്പം മാസ് എത്രയാണ്? 12.1 gram. അതുപോലെ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 2.2
ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ഇനി വോളിയം എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഡെൻസിറ്റിയും മാസും വോളും തമ്മിലുള്ള ബന്ധം അറിയാമെങ്കിൽ ഈ ഉത്തരം കിട്ടും. ആ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഡെൻസിറ്റിയുടെ യൂണിറ്റ് 2.2 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. മാസും ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വോളിയം കിട്ടുമ്പം ആ സെന്റിമീറ്റർ ക്യൂബിലായിരിക്കും ആൻസർ കിട്ടുന്നത്. സിമ്പിൾ ആണ്. അപ്പൊ ഡെൻസിറ്റി എത്രയാണ്? 2.2 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു മാസ് എത്രയാ? 12.1 ഗ്രാം ഡിവൈഡഡ് ബൈ വോളിയം. അപ്പൊ വോളിയം ഈസ് ഈക്വൽ ടു 12.1 ഗ്രാം ഡിവൈഡഡ് ബൈ 2.2 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. കട്ട് ചെയ്തു, എത്ര വരും ഫൈനലി? ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോകുമ്പോഴത്തേന് 2.2 ആകുമ്പോൾ 5.5 അല്ലേ? കട്ട് ചെയ്ത് 5.5 സെന്റിമീറ്റർ ക്യൂബ് വരും. അപ്പോൾ വോളിയം 5.5 സെന്റിമീറ്റർ ക്യൂബ്. 5.5 കിട്ടും. ഉത്തരം ഉണ്ടോ ഓപ്ഷനിലാണ്? 5.5 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്. അപ്പോൾ ഉത്തരം 5.5 സെന്റിമീറ്റർ ക്യൂബ്. സിമ്പിൾ ആണ്. ഇതിനകത്ത് വേറെ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം കിട്ടുക. ഓക്കെ, 7 ചോദ്യങ്ങൾ. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെറിയ സമയം കൊണ്ട് തന്നെ കവർ ചെയ്തു. അപ്പോൾ RRB JEE ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി 8ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കിയേ. ഫ്രം വാട്ട് ആംഗിൾ ഡസ് ആൻ ഒബ്ജക്റ്റ് ട്രാവൽ ദ ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് വെൻ ത്രോൺ? ഇത് പ്രൊജക്ടൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പ്രൊജക്ടൈൽ മോഷൻ. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്നു. ഇവിടെ നിന്ന് ഞാനൊരു ബോൾ മുകളിലേക്ക് എറിഞ്ഞു എങ്കിൽ അത് മൂവ് ചെയ്ത് ഇങ്ങനൊരു പ്രൊജക്ടൈൽ ഷേപ്പിലായിരിക്കും മൂവ് ചെയ്തെത്തുന്നത്. അപ്പോൾ മാക്സിമം ഇത് അറ്റൈൻ ചെയ്യുന്ന ഒരു ഹൈറ്റ് ഉണ്ടാവും. അതുപോലെ മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ടാവും, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഈ കവർ ചെയ്യുന്ന മാക്സിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്, മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ആംഗിളിൽ ഇവിടെ നിന്ന് എറിയുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, തീറ്റ, ഏത് ആംഗിളിൽ ഒബ്ജക്റ്റിനെ ഞാൻ മുകളിലേക്ക് എറിഞ്ഞാൽ ഇത് മാക്സിമം റേഞ്ച് കവർ ചെയ്യും, അല്ലെങ്കിൽ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഫ്രം വാട്ട് ആംഗിൾ ഡസ് ആൻ ഒബ്ജക്ട് ട്രാവൽ ദ ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് വെൻ ത്രോൺ? വളരെ സിമ്പിളായിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ, റേഞ്ച് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ആണ് റേഞ്ച് ഈസ് ഈക്വൽ ടു u² sin 2θ ഡിവൈഡഡ് ബൈ g. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ഏത് ആംഗിൾ എന്നുള്ളത് കണ്ടുപിടിക്കാൻ തീറ്റയാണ്. ഈ തീറ്റയുടെ വാല്യൂ, സൈൻ 2θയുടെ വാല്യൂ മാക്സിമം ആവുന്നത് എപ്പോഴാണ്? അതായത് സൈനിൻ്റെ വാല്യൂ 1 ആണ് മാക്സിമം. സൈനിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അതാവുന്നത് ഈ ടോട്ടൽ ആംഗിളിൻ്റെ വാല്യൂ 90 ആകുമ്പോഴാണ്. സൈൻ 90 അല്ലേ 1. അപ്പോൾ 2θ എന്ന് പറയുന്നത് 90 ആകുമ്പോഴാണ് ഈ ഒരു വാല്യൂ മാക്സിമം ആവുന്നത് ആംഗിൾ ബേസിൽ ചോദിച്ചാൽ. അപ്പോൾ 2θ 90 ആവണം എന്ന് പറയുകയാണെങ്കിൽ തീറ്റ എത്ര ആവുമ്പോൾ 45 ഡിഗ്രി. തീറ്റ 45 ഡിഗ്രി ആകുമ്പോഴാണ് മാക്സിമം റേഞ്ച്, മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പ്രൊജക്ടൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെയധികം ഇക്വേഷൻസ് ഉണ്ട്. ഞാൻ അതിൽ നിന്ന് എടുത്ത ഒരു ചെറിയ ഇക്വേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്റ്റും പറഞ്ഞു. അപ്പോൾ ഉത്തരം 45 ഡിഗ്രി. ഇനി നല്ലൊരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ നോക്കൂ. വെൻ എ മാസ് ഓഫ് 1 kilogram is hung from a spring, a pull of 1 centimeter is generated, the energy of the spring will be. ഈ ഒരു ചോദ്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചേ. ഈ ഒരു ചോദ്യം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അറിയുന്നവർ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യണം. ഞാനൊരു 5 ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് സെൽഫായിട്ട് അറിയുന്നവർ ചെയ്യാൻ വേണ്ടി കാണിക്കുകയാണ്. 5 ചോദ്യങ്ങൾ കാണിക്കുന്നു. ആ ചോദ്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഈ ചോദ്യങ്ങൾ വെച്ചിട്ട് അടുത്ത ക്ലാസ് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. 10ാമത്തെ ചോദ്യം കാണിക്കട്ടെ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. മിറർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഉത്തരം അറിയുന്നവർ ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വെക്കുക. എന്നിട്ട് ഉത്തരം അറിയുന്നവർ 10ന്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ പ്രോബ്ലംസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിക്കുന്നതായിരിക്കും. 11ാമത്തെ ചോദ്യം, 11, എ കോൺകേവ് മിറർ ഹാവിംഗ് ഫോക്കൽ ലെങ്ത് ഓഫ് 20 സെന്റിമീറ്റർ. വീണ്ടും മിററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഇനിയും 12ാമത്തെ ചോദ്യം, ദ വാല്യൂ ഓഫ് G on the moon is 1/6th value of G on earth. If a person jumps 1.5 meter high on earth, then how high can he jump on the moon? ഇതിൻ്റെ ഉത്തരവും ഓപ്ഷൻസ് ഉണ്ട്. ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ. 13ാമത്തെ ചോദ്യം, ഡെൻസിറ്റി ഓഫ് സിൽവർ. സിൽവറിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, വാട്ടറിൻ്റെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. ഇത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. വാട്ട് ഈസ് ദ സ്പെസിഫിക് ഡെൻസിറ്റി ഓഫ് സിൽവർ എന്നാണ് ചോദ്യം. 13 ക്വസ്റ്റ്യൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക.
അതുപോലെ 14ാമത്തെ ചോദ്യം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ഇസ് 1/9F, ദെൻ വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ബോഡീസ്. 14ൽ ഉത്തരം അറിയുന്നവരും അതുപോലെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. 15ാമത്തെ ചോദ്യം, ദ ഫ്രീക്വൻസി ഓഫ് എ വേവ്, ഫ്രീക്വൻസിയും വേവ് ലെങ്തും ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇതും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്യുക. ഉത്തരം അറിയാത്തവർക്ക് വേണ്ടി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള ഇതിന്റെ കണ്ടിന്യൂഷൻ പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയോ ചോദ്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ അടുത്ത 15 ചോദ്യങ്ങളും RRBയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെന്ന് വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്യും. RRB JEയുടെ പരീക്ഷ ആയാലും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയാലും ടെക്നീഷ്യൻ ആയാലും മറ്റെല്ലാ പരീക്ഷകൾക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യും. ഇനി RRB JEയുടെ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. RRB JE CBT 1ന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8075753676 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ സജഷൻസും ഒക്കെ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്